സാഹചര്യത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്ന വകുപ്പുണ്ട്. പക്ഷേ ഇത് 2 ദിവസത്തെ സമയം ചോദിച്ചുകൊണ്ട് ഒരു അർദ്ധരാത്രി നവംബർ 8-ാം തീയതി വന്ന് ടെലിവിഷനിലൂടെ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളോട് പറയുകയാണ്, നാളെ മുതൽ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാണ്. രാജ്യം ഇന്ന് ദുരിതമനുഭവിക്കുകയാണ്. ഭാര്യയുടെ മൃതദേഹവുമായി ഏതാനും 100-ന്റെ നോട്ടുകൾ ഇല്ലാത്തതിന്റെ പേരിൽ തെരുവിൽ അലയേണ്ടി വരുന്ന ഭർത്താവിന്റെ രോദനം. രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ 2 ലക്ഷത്തോളം ഗ്രാമങ്ങളിൽ ബാങ്കില്ലാത്ത ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി പറയുകയാണ്, ഈ പ്രതിസന്ധി മറികടക്കാൻ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാമെന്ന്. നിരക്ഷരരായ പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ വൈവിധ്യമാർന്ന ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഉപദേശങ്ങൾ പല രൂപത്തിലാണ്. രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങൾ പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുമ്പോൾ നരേന്ദ്രമോദി പൊട്ടിക്കരയുകയാണ് ടെലിവിഷന് മുന്നിൽ വന്ന്. ഇതുപോലെ ഒരു ഏകാധിപതി മുമ്പ് അഡോൾഫ് ഹിറ്റ്ലർ ജനസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്നു. താൻ ഈ ജനസഭയെ അഭിസംബോധന ചെയ്യാൻ വരുമ്പോൾ തെരുവിൽ കണ്ട ഒരു യുവതിയുടെ അനാഥയായ ആ യുവതി, വിധവയായ യുവതി അവിടെ ഭിക്ഷയാചിക്കുകയാണ്. അത് കണ്ട് മനസ്സ് കലങ്ങിപ്പോയ ഹിറ്റ്ലർ ജനസഭയിൽ പൊട്ടിക്കരഞ്ഞുപോയി. പിൽക്കാലത്ത് ദശലക്ഷക്കണക്കിന് വിധവകളെ ഉണ്ടാക്കാൻ കാരണമായ ഏകാധിപതിയായി അഡോൾഫ് ഹിറ്റ്ലർ. ലോകത്തിതുപോലെ ഒരുപാട് ഏകാധിപതികൾ ഉണ്ടായിട്ടുണ്ട്. ജനറൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ, ചെങ്കിസ് ഖാൻ, സ്റ്റാലിൻ, മുസോളിനി, ഹിറ്റ്ലർ, ലോകത്തെ കൊടുമ്പിരി കൊള്ളിച്ച കോടിക്കണക്കിന് ആളുകളെ അധികാരം നിലനിർത്താൻ വേണ്ടി യമപുരിയിലേക്ക് അയച്ച ഏകാധിപതികൾ, ആ ഏകാധിപതികളുടെ ദാരുണമായ അന്ത്യം ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു അന്ത്യം തന്നെയായിരിക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതിക്കും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാല കത്തിയാളുകയാണ്. അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള അണയാത്ത പ്രതിഷേധ പൊതുയോഗങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിലെ BJP-കാരൻ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെന്റിനെയും സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ച് ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അവരെ പിന്താങ്ങൽ നടക്കുകയാണ്. എന്തിനേയും ന്യായീകരിക്കുക, അതിനെ വക്രീകരിക്കുക, വളച്ചൊടിക്കുക. BJP-കാരന്റെയും RSS-കാരന്റെയും ആ നിലപാടിൽ നമുക്കൊരിക്കലും തന്നെ അത്ഭുതമില്ല. പെങ്ങൾ ഗർഭിണിയായാൽ അത് അളിയൻ പിഴപ്പിച്ചതാണെന്ന് പറയുന്നവരാണ് BJP-കാരൻ, RSS-കാരൻ. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരെല്ലാം ഏത് രീതിയിലും വളച്ചൊടിക്കാൻ അവർക്ക് നല്ല മിടുക്കുണ്ട്. രാജ്യത്തിന്റെ കുത്തകകളെ 63 രാജ്യത്തിന്റെ വൻകിട പണക്കാർ, വ്യവസായികൾ അവരുടെ കടങ്ങൾ മുഴുവൻ എഴുതി തള്ളി. രാജ്യത്ത് 12,000 കോടി രൂപയോളമാണ്, 7,716 കോടി രൂപ ഒരു മാനദണ്ഡവും പാലിക്കാതെ നരേന്ദ്രമോദി ഗവൺമെന്റ് എഴുതി തള്ളി. ഇവിടുത്തെ സാധാരണക്കാർ ഒരു ബാങ്കിൽ നിന്ന് 50,000-മോ 1,00,000-മോ കടമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നൂലാമാലകൾ, ബാങ്കുകാരെ ജപ്തി നടപടികൾ, എന്തെല്ലാം നിയമ നടപടികൾ സാധാരണക്കാർ നേരിടേണ്ടി വരും. പക്ഷേ ഈ രാജ്യത്തിലെ പണക്കാർക്ക്, ഈ രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും, ഇങ്ങനെ നാട്ടിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും BJP നേതാക്കന്മാർക്ക്, RSS-ന്റെ നേതാക്കന്മാർക്ക്, അവരെ പിന്താകുന്ന രാജ്യത്തിലെ വ്യവസായികൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ രാജ്യത്തിന്റെ പൊതുഖജനാവ് അവർക്ക് മുന്നിൽ അടിയറ വെക്കുന്ന ദാരുണമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരവസ്ഥാവിശേഷം ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് രാജ്യത്ത് 5 വർഷം ധനകാര്യമന്ത്രിയായിരുന്ന, രാജ്യത്ത് ഒരുപാട് കാലം റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്ന, 10 വർഷം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന, ലോകത്തറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം അധികം സംസാരിക്കാത്ത ആളാണ്. അദ്ദേഹം ആവശ്യങ്ങൾക്ക് മാത്രം വായ തുറക്കുന്ന ആളാണ്. അദ്ദേഹം
വായടച്ച് പണിയെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണമാണ് ഇന്ത്യ രാജ്യത്തെ ലോകത്തിന്റെ സാമ്പത്തിക നെറുകയിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമില്ല. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മുമ്പ് പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി, പ്രസംഗം നടത്തി. ഇത് സംഘടിതമായ കൊള്ളയാണ്. നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്, ഇത് സംഘടിതമായ കൊള്ളയാണ്, നിയമപരമായ പിടിച്ചുപറിയാണ്. ലോകത്തൊരു രാജ്യത്തും സംഭവിക്കാത്ത കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് എന്ന് ഏകാധിപതിയായ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോൾ സാഗൂതം ആ ബഹളമയമായ പാർലമെന്റ് മൻമോഹൻ സിംഗിന്റെ പ്രഭാഷണം സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. പിറ്റേന്ന് എല്ലാ പത്രങ്ങളിലും അതായിരുന്നു തലക്കെട്ട്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ പത്രത്താളുകളിൽ അതായിരുന്നു ഏറ്റവും വലിയ തലക്കെട്ട്. നമ്മുടെ പണം അത് ബാങ്കുകളിലേക്ക് കൊടുത്തിട്ടുള്ളത് ഒരു സൂക്ഷിപ്പുകാരൻ എന്ന നിലക്കാണ്. ജനങ്ങളുടെ പണം, ആ പണം തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ലോകത്തെവിടെയുമില്ല. നമ്മുടെ സൂക്ഷിപ്പുകാർ മാത്രമായിട്ടുള്ള ബാങ്കുകൾ. നമ്മൾ പണമെടുക്കാൻ ചെന്നാൽ നമ്മുടെ കൈവിരലിൽ മഷി പുരട്ടുന്ന ഒരു അവസ്ഥ എത്ര ഭീതിതമാണ്, എത്ര പ്രതിഷേധാർഹമാണ്. അധികാരത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ചാപ്പകുത്തലാണത്. ആ ചാപ്പകുത്തലിനെ നമ്മുടെ രാജ്യത്ത് ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടായിട്ടില്ല എങ്കിൽ, എല്ലാം കഴുതകളെ പോലെ നോക്കി നിൽക്കാനാണ് ഭാവമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. വൈവിധ്യത്തിന്റെ സമ്പൂർണമായ ചരിതമുള്ള ഇന്ത്യ രാജ്യത്ത് RSSകാരന്റെ തീവ്രദേശീയതയും RSSകാരന്റെ അഖണ്ഡ ഭാരതം എന്ന മുദ്രാവാക്യവും നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ മറ്റൊരു